പാപ്പ പറയുന്നു, പ്രേഷിത പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം ദൈവിക കരുണയാണ്. ദൈവിക കരുണയുടെ സ്പർശനത്താൽ നാം പരസ്പരം മക്കളാണെന്നുള്ള തിരിച്ചറിവാണ് പ്രേഷിത പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം. നാം സ്വന്തമാക്കാത്ത ഒരു കാര്യം മറ്റുള്ളവർക്ക് നൽകുവാനോ നാം അനുഭവിക്കാത്ത ഒരു കാര്യം മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനോ സാധിക്കാത്തതുപോലെ ദൈവവുമായുള്ള കൂടിക്കാഴ്ച പ്രേഷിത ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ്. വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും സുവിശേഷം പ്രഘോഷിച്ചവരുടെ ജീവിതം പ്രാർത്ഥനയുടേതായിരുന്നു. യേശുവും ഒരു മിഷണറിയായിരുന്നു. താൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനും മുന്നോടിയായി യേശു തന്റെ പിതാവിനോടൊപ്പം പ്രാർത്ഥനയിൽ ചിലവഴിച്ചിരുന്നു. പ്രാർത്ഥനയുടെ ഈ പ്രേഷിത ദൗത്യം ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയിലും നിക്ഷിപ്തമായിരിക്കുന്ന കടമയാണ്. ക്രിസ്താനുരൂപമായ കണ്ണുകളോടെ, അനുകമ്പയോടെയും സ്വീകാര്യതയോടെയും കരുണയോടെയും മറ്റുള്ളവരെ സഹോദരങ്ങളായി ചേർത്തു പിടിക്കേണ്ടത് ആവശ്യമാണ്. ഉദ്ധിതനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശിഷ്യന്മാരെ മുൻപോട്ട് നയിച്ച സന്തോഷം നമുക്കുമുണ്ടാകണം. പന്തക്കോസ്ത ദിവസം ശിഷ്യന്മാരെയും പരിശുദ്ധ മറിയത്തെയും ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് ദൈവത്തോടും സഹചരോടും പറയേണ്ടുന്ന വചനങ്ങൾ നമുക്ക് പകർന്നു തരും. പരിശുദ്ധാത്മശക്തിയാൽ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും അതിർവരമ്പുകൾ കടന്നുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കും. എല്ലാ ഭാഷകളെയും സമന്വയിപ്പിക്കുന്ന ഭാഷ സ്നേഹത്തിൻ്റേത് മാത്രമാണ്. ഇത് ദൈവിക ഛായ വെളിപ്പെടുത്തുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ നിഴൽ വീഴുന്ന സമയത്ത് പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. 6ാമത് അമേരിക്കൻ മിഷണറി കോൺഗ്രസിൽ പങ്കെടുക്കുന്നവർക്ക് നൽകിയ സന്ദേശത്തിൽ നിന്ന്